ഗംഗോത്രി. ഭഗീരഥ മഹർഷി തന്റെ പിതാമഹന്മാരെ പുനരുജ്ജീവിപ്പിക്കാനായി കഠിന തപസ് ചെയ്ത് ആകാശഗംഗയെ ഭൂമിയിലെത്തിച്ച സ്ഥലം. ആത്മസാക്ഷാത്കാരത്തിനായി ഞങ്ങളും സ്വാമിജിയോടൊപ്പം ഈ പുണ്യതീരത്തിലേക്ക്. ഉത്തരകാശിയിൽ നിന്നും ഞങ്ങൾ ഗംഗോത്രിയിലേക്ക് യാത്രയായി. ഉത്തരകാശിയിൽ നിന്നും 99 കിലോമീറ്റർ അകലെയാണ് ഗംഗോത്രി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഉത്തരകാശി ജില്ലയിലെ ഒരു നഗര പഞ്ചായത്താണിത്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽപ്പെട്ട ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും 3100 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം അതിന്റെ പരിപൂർണതയിൽ ഇവിടെ പ്രകടമാകുന്നു. ഒരു പുൽക്കൊടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലകണികകളിൽ പോലും സന്തോഷം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഈ ദൃശ്യം മനസ്സിൽ എന്തെന്നില്ലാത്ത ശാന്തി നൽകുന്നു. പ്രകൃതി മനുഷ്യ മനസ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ അത്ഭുതാവഹമാണ്. ഏകാന്തത, നിലവിലുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, മറ്റു വിഷമതകൾ എല്ലാറ്റിൽ നിന്നുമുള്ള പൂർണ്ണ മോചനം തന്നെയാണ് ഇത്തരം യാത്രകൾ. താഴെ കരകവിഞ്ഞൊഴുകുന്ന ഭാഗീരഥി നദി, തപസ്സനുഷ്ഠിച്ചു നിൽക്കുന്ന പ്രാലേയ ശൈലങ്ങൾ, തെളിഞ്ഞ നീലാകാശത്തെ അടുത്തറിയാൻ സാധിക്കുന്ന ജീവിതത്തിലെ അസുലഭ നിമിഷം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രകൃതി അതിന്റെ ചിദാനന്ദ രൂപത്തിൽ. പ്രകൃതിയും മനുഷ്യനും ദേവചൈതന്യവും ഏകീഭവിക്കുന്ന ഇവിടം കാഴ്ചകളുടെ കലവറ തന്നെ നമ്മിൽ സൃഷ്ടിക്കുന്നു. പേരറിയുന്നതും അറിയാത്തതുമായ എത്രയോ വൃക്ഷലതാദികൾ, അവയിൽ ഏറിയ പങ്കും ഔഷധങ്ങൾ തന്നെ. की कठोरता छोड़ दे सब भय, तेरे संग जो डूब गया वो फिर से हो जाए नया. ഇവിടെ കുടികൊള്ളുന്ന ഒരു അദൃശ്യ ചൈതന്യം നാം അറിയാതെ നമ്മിൽ ഒരു ഹൃദയബന്ധനം തീർക്കുന്നു. ഈ സുന്ദര ഭൂമിയിൽ ഇനിയും പുനർജനിച്ചുവെങ്കിൽ എന്ന് മോഹിച്ചു പോകുന്നത് പോലെ. ുടനീളം നമ്മുടെ ജീവന്റെ സുരക്ഷ പൂർണ്ണമായും വാഹനത്തിന്റെ ഡ്രൈവറുടെ കരങ്ങളിലാണ്. അല്പമൊരു പാളിച്ച മതി ഒരുപാട് ജീവനുകൾ ഒന്നിച്ച് നഷ്ടപ്പെടാൻ. അതുകൊണ്ട് തന്നെ ഒരു അപകടവും വരുത്തിവെക്കാതെ കൃത്യമായി ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ച ഞങ്ങളുടെ വാഹനത്തിന്റെ സാരഥിയെ ധീരതയോടെ വണങ്ങി ഭാഗീരഥി നദിക്കരയിലുള്ള ഒരിടം ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തിനായി തിരഞ്ഞെടുത്തു. തന്റെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നു. അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സുഖവിവരങ്ങൾ അന്വേഷിക്കാനുമൊക്കെ സമയം കണ്ടെത്തുന്നു. नंदी की सवारी तू, बैल का साथी तू, त्रिशूल लेकर नाचे कैलाश की. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഓരോരുത്തരും അവർക്ക് വേണ്ട കുടിവെള്ളം, ശീതളപാനീയം
തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ചില അത്യാവശ്യ സാധനങ്ങളായ കമ്പിളി, പുതപ്പ്, ഷാൾ എന്നിവയൊക്കെ വാങ്ങുകയും ഞങ്ങൾ അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. जीवन में जो भी पाए तेरा ही वरदान पाए हर हर महादेव हर हर महादेव तू ही आदि तू ही अंत भक्ति का वेग जिसने तेरा नाम लिया संकट उसका हर जाए तेरा दर्शन पाकर मन में शांति आ जाए भोलेनाथ की मूरत से घर में उजाला हो दिन रात जब भी पुकारे तेरा ही उजाला हो ओम नमः शिवाय ओम नमः शिवाय जीवन में जो भी पाए तेरा ही वरदान पाए हर हर महादेव हर हर महादेव तू ही आदि तू ही अंत भक्ति का वेग ഗംഗോത്രിയിൽ എത്തിച്ചേരാൻ ഇനി അധിക സമയമില്ല. വഴിയിൽ ഉടനീളം ദേവദാരു വൃക്ഷങ്ങളും ആപ്പിൾ മരങ്ങളും. നമുക്ക് യഥേഷ്ടം ആപ്പിൾ ലഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. जिसने तेरा नाम लिया संकट उसका हर जाए तेरा दर्शन पाकर मन में शांति आ जाए भोलेनाथ की मूरत से घर में उजाला हो दिन रात जब भी पुकारे तेरा ही उजाला हो ओम नमः शिवाय അങ്ങകലെ രണ്ടു മലകൾക്കിടയിലായി ഒരു ഓങ്കാര രൂപം തെളിഞ്ഞു വരുന്നതായി സ്വാമിജി കാണിച്ചു തന്നു. മഞ്ഞുപാളികൾ പ്രകടമായ ആ ദിവ്യ ദർശനം ക്യാമറയിൽ പകർത്തിയെടുക്കുന്നതിന് മുമ്പേ അപ്രത്യക്ഷമായി. യാത്രയിൽ ഞങ്ങൾക്കുണ്ടായ ഒരു പ്രത്യക്ഷ അനുഭവമായിരുന്നു അത്. ഹിമവാന്റെ താഴ്വരയിൽ ഒരു വശത്ത് ദേവദാരു വൃക്ഷങ്ങൾ നിബിഡ വനം തീർക്കുന്നു. മറുവശം നോക്കത്താ ദൂരത്ത് പരന്ന് വിസ്തൃതമായി ഒഴുകുന്ന ഭാഗീരഥി നദി. ആരെയും ഭ്രമിപ്പിക്കുന്ന പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം എല്ലാം ആസ്വദിച്ച് ഇനി ഗംഗോത്രിയിലേക്ക്. സ്വാമിജിയോടൊപ്പം ഇവിടത്തെ പാതകളിലൂടെ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു നീങ്ങുകയാണ്. ഇവിടെയുള്ള ഓരോ മൺതരികൾക്ക് പോലും ധാരാളം പുണ്യകഥകൾ പറയാനുണ്ട്. അത്രയധികം യോഗീശ്വരന്മാരുടെ പാദസ്പർശമേറ്റ ഈ നഗരിയിലെ ഓരോ അണുവിൽ പോലും പ്രണവമന്ത്രം തുടിക്കുന്നു. ഭഗീരഥി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഗംഗോത്രി ചാർധാം യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഗോമുഖ് മഞ്ഞുമലകളിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. ഗംഗാ നദി ആരംഭത്തിൽ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുകയും ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദയോട് കൂടിച്ചേരുമ്പോൾ ഗംഗ എന്നറിയപ്പെടുകയും ചെയ്യുന്നു.
മനോമാലിന്യങ്ങളെ, പൂർവജന്മ പാപങ്ങളെ എല്ലാം തുടച്ചു നീക്കാൻ ശക്തിയുള്ളതാണ് ഇവിടത്തെ ഗംഗാജലം. ഹിമാലയത്തിൽ നിന്നും മഞ്ഞുരുകി വരുന്ന ജലമാണിത്. അതിശക്തമായി ഒഴുകുന്ന ഗംഗയുടെ ശബ്ദം ദൂരത്തേക്ക് പോലും കേൾക്കാം. മരണസമയത്ത് മോക്ഷജലമായി നൽകാനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി ഭവനങ്ങളിൽ സൂക്ഷിച്ചു വെക്കുവാനും ഇവിടെ നിന്നും ആളുകൾ ഗംഗാജലം ശേഖരിക്കുന്നു. പ്രായഭേദമന്യേ കൊടും തണുപ്പിനെ വകവയ്ക്കാതെ ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നു. സ്വാമിജിയും ഞങ്ങളോടൊപ്പം യാത്രയിൽ പങ്കെടുത്തവരും ഇവിടെ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗംഗാസ്നാനത്തിന് ശേഷം ഗോമുഖിനെക്കുറിച്ചും ഗംഗോത്രിയെക്കുറിച്ചും ഭഗീരഥ മഹർഷിയെക്കുറിച്ചുമൊക്കെ സ്വാമിജി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ഗംഗാ നദിക്കരയിൽ നിന്ന് ഞങ്ങൾ അല്പനേരം ഭജനയും ചൊല്ലി. ഒരു പണ്ഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നു. സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഞങ്ങളും ഇവിടെ ഇരുന്ന് ബലിതർപ്പണം നടത്തി. പൂർവികർക്കും മൺമറഞ്ഞു പോയവർക്കും മുക്തി ലഭിച്ചു എന്ന ആത്മസംതൃപ്തിയോടെ ഇനി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗീരഥ മഹർഷി തന്റെ പൂർവികരുടെ പാപമുക്തിക്ക് വേണ്ടി കഠിന തപസ് ചെയ്ത് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സ്ഥലമായതിനാൽ ഇവിടെ വെച്ച് ബലിതർപ്പണം ചെയ്താൽ ആ ആത്മാവിനെ സർവ്വവിധ പാപമുക്തിയും ലഭിക്കും. ഓം നമഃ ശിവായ.
Shivaya, Shivaya. ബലിതർപ്പണവും കഴിഞ്ഞ് പണ്ഡിറ്റിന്റെ നേതൃത്വത്തിൽ ഗംഗാരതിയും നടത്തി. ഞങ്ങൾ സ്വാമിജിയോടൊപ്പം ഭഗീരഥ മഹർഷി തപസ് ചെയ്തിരുന്ന സ്ഥലത്ത് ലക്ഷ്യമാക്കി നീങ്ങി. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപായി ഭഗീരഥ മഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്ന സ്ഥലവും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അധികം തിരക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും സ്വാമിജിയുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ വരിയായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു ഗംഗാമാതാവിനെ വണങ്ങി. ഗംഗോത്രി ക്ഷേത്രത്തിനടുത്തായി ഒരു കേദാർനാഥ് ക്ഷേത്രവും ഉണ്ട്. ഭഗീരഥ മഹർഷിയുടെ തപസ്സിനാൽ ആകാശഗംഗ തന്റെ സർവശക്തിയിൽ ഭൂമിയിലേക്ക് പ്രവഹിച്ചു. ആ ഗംഗാ പ്രവാഹത്തിന്റെ ശക്തിയെ ഉൾക്കൊള്ളാൻ ഭൂമിയിലെ ഒരു ചരാചരത്തിനും സാധ്യമല്ലായിരുന്നു. തൽക്ഷണം ഭഗവാൻ പരമേശ്വരൻ തന്റെ ജടയിലേക്ക് ഗംഗയെ സ്വീകരിച്ചു. ഗംഗയെ ജടയിൽ കുടിയിരുത്തിയ നാഥൻ എന്ന നാമധേയത്തിൽ ഭഗവാനെ ഇവിടെ ഗംഗാധരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായ പണ്ഡിറ്റിനെ സ്വാമിജി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ദക്ഷിണ നൽകിയ ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ക്ഷേത്രപ്രസാദം സ്വീകരിക്കുവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് ലഭിച്ചു. ക്ഷേത്രത്തിൽ നിന്നും ദർശനം കഴിഞ്ഞ ശേഷം ഞങ്ങൾ തപോവന സ്വാമിജിയുടെ ആശ്രമത്തിലേക്കാണ് പോയത്. Let the noise fall away like waves returning to sea. Nothing to hold, nothing to chase, just this moment breathing. To the stillness within. Time loosens its grip, thoughts dissolve into space. In the quiet behind the mind, there is
Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. I return to the stillness within. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. I return. മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ സൂര്യോദയത്തിന് 1 മണിക്കൂർ മുമ്പ് സൂര്യകിരണങ്ങൾ ഇവിടെ പതിക്കുമത്രേ. അത്ര ഉയരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് മൂലം ആദ്യം സൂര്യോദയം ഉണ്ടാകുന്നത് ഗംഗോത്രിയിലുള്ള ഈ സൂര്യകുണ്ടിലാണ്. നിരന്തരമായ ജലപ്രവാഹത്തിൽ അവിടെയുള്ള പാറക്കഷ്ണങ്ങളെല്ലാം മനോഹര ശില്പങ്ങളായി മാറിയിരിക്കുന്നു. കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരുതരം മാർബിൾ ശിലകൾ. चिदाकाशमाकाशवासं भजेऽहं निराकारमोङ्कारमूलन्तुरीयम् गिराज्ञानगोतीतमीश ഇതാണ് തപോവനാശ്രമം. 1889 പാലക്കാട് ജില്ലയിൽ ജനിച്ച തപോവന സ്വാമികൾ ചെറുപ്പത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. പൊതുവെ നിൽക്കാറ് ഉത്തരകാശി സ്ഥലത്താണ്. അവിടെയാണ് സ്വാമി തപോവനത്തിൽ കൂടി. പക്ഷെ സ്വാമിജി ഗംഗോത്രിയിൽ സ്വാമിക്ക് ഭയങ്കര ഒരു കണക്ഷനായി. സോ whenever he gets time, every year, സ്വാമിജി ഇങ്ങോട്ട് വരും. സ്വാമിജി വരുമ്പോ അതേ താമസ കൂടിയാണ് നമ്മൾ കണ്ടത്. പക്ഷെ സ്വാമിജി ഇവിടെ വന്നു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു റോക്കുണ്ട്. ആ റോക്കാണ് സ്വാമിജിയുടെ സമാധിക്ക് ശേഷം ഇവിടെ സ്വാമിജിയുടെ ഡിസൈപ്പിൾ, അതായത് സുന്ദരാനന്ദ, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മ്യൂസിയം പണിയണം. കാരണം ആരാണ് സ്വാമി തപോവനം എന്നൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ മ്യൂസിയം സ്വാമി സുന്ദരാനന്ദയുടെ മരണത്തിന് ശേഷമാണ് ഉണ്ടായത്. ഇപ്പൊ റീസെന്റ് ഒരു 5 years അന്ന് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സ്വാമി തപോവനം മെഡിറ്റേഷൻ ചെയ്ത റോക്ക് അതുപോലെ. And this rock is a part of a hill. You can see from here. ഇതൊരു മലയുടെ പാർട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് മലയുടെ പാർട്ടായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തു. ഈ റോക്ക് നമ്മൾ കാണുന്നത് തന്നെ സ്വാമി തപോവനത്തിന്റെ ഒരു ബ്ലെസ്സിംഗ് ആണ്. Because he personally sat there and did his meditation. അത്രയൊരു ഡിവൈൻ സ്ഥാനം. സ്വാമി തപോവനം മീൻസ് ഫ്രം പാലക്കാട്, കുഴൽമന്നം. പക്ഷെ സ്വാമിക്ക് 5ാമത്തെ വയസ്സിൽ born and brought up in Kerala, but when he was studying 5th standard, he was so brilliant. All the Upanishads and the വ്യാഖ്യാനം of Shankaracharya and to teach like a person like Chidananda, it is not that easy. Because he often questions. This is not Chinmaya. This is തപോവന സ്വാമിയുടെ മറ്റൊരു ഡിസൈപ്പിൾ ആയിരുന്നു സുന്ദരാനന്ദവാസിയ. തപോവന സ്വാമികള് ചിന്മയാനന്ദ ഇങ്ങോട്ട് വന്ന് വരാറുണ്ട്. പക്ഷെ ഈ നെവർ സാറ്റ്. പക്ഷെ സുന്ദരാനന്ദ ഇവിടെ ഇരുന്നു. ഓക്കെ, തപോവനാശ്രമത്തിൽ നിന്നും ഞങ്ങൾ യാത്രയായി.
प्रभो पाहि വഴിയിൽ കണ്ടുമുട്ടിയ ഒരു സന്യാസി വര്യൻ. शम्भो മടിത്തട്ടിൽ നിന്നും ഉത്ഭവിച്ച ഗംഗാമാതാവിനെയും ഗംഗയെ ശിരസിലേറ്റിയ ഗംഗാധരനെയും കഠിന തപസ്സിനാൽ ഗംഗയെ ഭൂമിയിലെത്തിച്ച ഭഗീരഥ മഹർഷിയെയും ഒരിക്കൽ കൂടി വണങ്ങി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഹിമവൽ പുത്രിയായ ഭാരത സംസ്കാരത്തിന്റെ പുണ്യനദിയായ ഗംഗയെ മന്ദാകിനി, ഭാഗീരഥി, പാപനാശിനി തുടങ്ങിയ നിരവധി പേരുകളിൽ മനുഷ്യർ പൂജിക്കുന്നു. ശബരിമലയിൽ പുണ്യ പമ്പയായി മാറുന്നു. അമ്മേ, നിന്റെ തീരങ്ങൾ കൂടിയുള്ള മക്കളുടെ യാത്രയിൽ എന്നും അനുഗ്രഹങ്ങൾ ചൊരിയണമേ. ഒരു കൊച്ചു കുഞ്ഞിനെപ്പോൾ തൻ്റെ എല്ലാ വേദനകളും മോഹങ്ങളും നേട്ടങ്ങളും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് മടങ്ങുമ്പോൾ ജന്മകർമ്മ വാസനകളെല്ലാം തുളച്ചു നീക്കി ഞങ്ങൾ പുനർജനിക്കുകയാണ്. ഉറച്ച ചിന്തകളും തെളിഞ്ഞ ബുദ്ധിയുമുള്ള ഒരു മനുഷ്യനായി.